ഇന്ന് വന്നേക്കണ എന്തെന്ന് ചോദിച്ചാൽ ഡ്രോപ്പ് ഹീറോ 1 ആയിട്ടാണ് വന്നേക്കണം. അതാണ് കഴിഞ്ഞ അവസാനമായിട്ട് വീഡിയോ ഇതായിട്ട്. ഒരു മാസമായി നമ്മൾ ചെറിയ പരീക്ഷയൊക്കെ ആയിരുന്നു. പരീക്ഷ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ 2 ദിവസം പോയി. അപ്പം ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും വീണ്ടും അത് തന്നെ കളിക്കാൻ പോകണം. നമുക്കിതൊന്ന് കളിച്ച് നോക്കാം. കുറച്ച് ദിവസമേ കളിച്ചിട്ട് ഇപ്പം നമ്മൾ പൈസ എത്രയും നോക്കി വെച്ചെന്ന് പറഞ്ഞാൽ 130.1K എന്നാണ് എന്ന് പറയുമ്പം ഇത്ര എന്തോ നോക്കണം നമുക്കിനി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗൈസ് ഇതിൽ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ആഡ് വരും. ഗൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ വരുവാണ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മിലിറ്ററി ബേസ് പോലെ ഒരു ഇത് കാണാം. അതുകൊണ്ട് ഇവിടെ ഈ റെഡായിട്ട് കിടക്കണല്ലോ, ഇവിടെ മിലിറ്ററി ബേസ് എന്ന് വെച്ചാൽ ആർമീൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 4 സ്റ്റാർ 5 സ്റ്റാർ വണ്ടർ ലെവൽ കിട്ടും. അപ്പം നമുക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കണ ഇതിൻ്റെ ഫ്രണ്ടിൽ അതിനെ മാർക്ക് ചെയ്തെങ്കിൽ ആ ഏരിയയിലോട്ട് നമുക്കൊരു ആംബുലൻസ് കിട്ടും. അപ്പോൾ ആ ആംബുലൻസ് എടുത്തിട്ട് നമ്മളെ കുറച്ച് ബോംബുണ്ട്, അതെടുത്ത് ഈ ഏരിയ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് ബോംബെറിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു മതിലുണ്ട്, ഈ മതിലും കയറി അപ്പുറത്തോട്ട് ഇറങ്ങും. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി ഇവിടെ ആയിട്ട് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് നേരെ വന്ന് ഒരു HP ഇതിൽ പോയി നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഗൈസ് അതാണ് ഇന്നത്തെ നമ്മളെ മിഷൻ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങോട്ടല്ല, നമുക്ക് ഇതെടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ഇവിടെ ഇടിച്ചിരുന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഈ ഭയങ്കര സ്കിഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഭയങ്കര സ്കിഡാണ്. ഞാൻ ഇതിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്, കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വളച്ച അപ്പുറത്തെ വീഴതേ പോയി നിൽക്കും. ഇതാണ് ഭയങ്കര സ്പീഡാണ്. സ്പീഡ് അങ്ങനെ അത്യാവശ്യത്തിനുള്ളൂ. അപ്പോൾ ഗൈസ് എനിക്ക് ഇത് മാപ്പിൽ നോക്കാതെ തന്നെ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് അവരറിയാതെ നമ്മൾ ആ സൈഡിൽ പോകണം, അല്ലെങ്കിൽ അവർ പിടിക്കും മീൻസ് ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അവർ പിടിക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ സ്പിൻ ചെയ്യാൻ വേണ്ടി ആഡൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ആഡ് കണ്ടിട്ട് ഇത് സ്പിൻ ചെയ്യാനുള്ളതായിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് സ്പിൻ ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തന്നെ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റോപ്പ് ചെയ്യാം. ഗൈസ് നമുക്ക് 1500 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതൊന്ന്. ഗൈസ് ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. അകത്ത് കിടക്കണ ജെറ്റ് എടുക്കാൻ പറ്റും, ആ സൈഡിൽ കിടക്കണ ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണം എന്തെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. ഞാൻ ഇത് 2-3 തവണ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരണേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വണ്ടി തിരിച്ചിടണം. നമുക്ക് പക്ഷേ ഈ ഗെയിമിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് അവിടെ പോയി ഹെലികോപ്റ്റർ എടുത്ത് അവിടെ വെച്ചിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് നോക്കിയാൽ നമുക്ക് നമ്മളെ വണ്ടി കിട്ടൂല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2-3 ബോംബ് എടുത്തിടാം. അപ്പോൾ അവർക്ക് ആർക്കും അറിയാൻ പറ്റൂല ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും പറ്റില്ല. നമുക്ക് ലെവല് വരും, 100 ലെവൽ വരും. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ ഒരു മതിരി ചാടി കയറും. ഗൈസ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പറന്ന് പറഞ്ഞ് വെടി വയ്ക്കും. അയ്യോ സോംബിയൊക്കെ ഇവിടെ വന്ന് ഇപ്പം തന്നെ നമുക്ക് 3 സ്റ്റാർ 100 ലെവലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ വണ്ടിയിലോട്ട് കയറണം. നമുക്ക് ഇതിൻ്റെ വണ്ടിയിലോട്ട് കയറണം ഗൈസ്. ഇപ്പോൾ ഒരു പച്ച കളർ സാധനം വണ്ടിയെ കൂടെയൊക്കെ കയറി പോകണവരെ കാണിക്കും. അപ്പോൾ നമ്മളിപ്പം പെടുന്നാണ് തോന്നണത്. കണ്ട് ബോംബൊക്കെ എടുത്തിടാം. ഇവിടെ പോയി വീഴും നോക്കാം. അയ്യോ എടാ കണ്ടടിയാൻ ഗൈസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൈസ് നമുക്കിനി പോകാമെന്ന് വെച്ചാൽ അവിടെ പോകാൻ പറ്റൂല, അവിടെ പോവാം. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞൊരു പച്ച കളർ സാധനം.
നമുക്കിപ്പോൾ മോമ്പാടിയാണ്. നമുക്കൊരു കോൾ വരണം, കട്ട് ചെയ്യാം, എന്നിട്ട് വണ്ടി കയറാം, ഏറ്റവും വണ്ടിയിലോട്ട് പൊത്ത് വിടാം. ഗൈസ് അവിടെയുള്ള എല്ലാ എണ്ണത്തിലും കൊന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മണ്ടയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ബ്ലിങ്ക് ആയിട്ടുണ്ട്, ലെവൽ ബ്ലിങ്ക് ആയിട്ടുണ്ട്, 100 ലെവൽ ബ്ലിങ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മാറിപ്പോയി. ഈ ഏരിയയിൽ നിന്ന് ഞാൻ പറഞ്ഞ ഈ HP അവിടെ നിന്നിട്ട് ഇറങ്ങാം. പോലീസ് ഇപ്പം നമ്മളെ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഇറങ്ങാനുള്ള നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തെത്തി. എടാ മോനെ ഗൈസ്, ഇവിടെ ഫുൾ ആൾക്കാരാണല്ലോ ഗൈസ്. നമ്മൾ 100 ലെവലിൽ പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പോലീസ് എസ്കേപ്പിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്. പോലീസ് റേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അപ്സെറ്റ് ചെയ്ത് നമുക്ക് 18K കിട്ടി. ഇപ്പോൾ തന്നെ 149.6K ആയി. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോകാനുള്ള എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇനി ഇവിടെ ഇങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മളവിടെ ഇരിക്കും. തിരിച്ച് സ്ഥലത്തോട്ട് ചാടാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് പോവാം. എൻ്റെ വണ്ടിയിലോട്ട് പോവാം. ഇവിടെ നിന്ന് താഴോട്ട് ചാടാം. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലേ ഗൈസ്. ഇനി നമുക്ക് മറ്റേ ഏരിയയിലോട്ട് പോയി നോക്കി. നമുക്കിങ്ങനെ പോണ വഴി പോലീസ് ഓടിക്കും. നമ്മളെന്തെങ്കിലും കാണിച്ചാൽ മാത്രം പോലീസ് ഓടിക്കും. നമുക്കിപ്പോൾ ഇയാളെ ഇങ്ങനെ ആക്കാം. പൊട്ടിത്തെറിച്ച് അയാൾ പൊട്ടിത്തെറിച്ച്. നമുക്കിനി ഹെൽത്ത് കൂട്ടാന്നുള്ളതേ ഉള്ളൂ. അയാൾ പൊട്ടിത്തെറിച്ച് മീൻസ് കത്തിപ്പോയി. ഗൈസ് ഇനി നമുക്ക് ഈ പൈസ എടുക്കാം. 12 രൂപയേ ഉള്ളായിരുന്നു ഗൈസ്. ഇതൊക്കെ എന്തൊരു ദാരിദ്ര്യം ഗൈസ്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി ATM ഹാക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിൽ അമർത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നമുക്കിങ്ങനെ ഹാക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഇങ്ങനെ നിങ്ങളെല്ലാവരും കയറി ചെയ്ത് നോക്കണം. നമ്മളെ ബാങ്കിൽ നിന്നൊന്നുമല്ല പൈസ പോകണം. ഇത് ഗെയിമിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര റേറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് 1500 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിൽ പോലീസ് വല്ലതും ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പിടിക്കും. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഈ സ്പോട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കിപ്പം എങ്ങോട്ട് പോകും? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ ഒന്നുമില്ല. എനിക്ക് ഒരു വണ്ടി ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. എനിക്കൊരു വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഗൈസ് ഒരു വണ്ടിയാണ്. വണ്ടി എടുക്കാൻ പോകണം. എവിടെയെങ്കിലും അത്യാവശ്യം വണ്ടിയെല്ലാം കാണും ഗൈസ്. അയ്യോ പോലീസ്. വണ്ടി തരുമോ ഗൈസ്? അപ്പോൾ ഗൈസ് നമുക്ക് പോലീസ് വണ്ടി തന്നിട്ടുണ്ട്. പോലീസ് വണ്ടി തന്നില്ല, നമ്മൾ പോലീസിനെ അവിടെ ഇറക്കി വിട്ടതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. ഈ വണ്ടി ഇപ്പോൾ എങ്ങനെ സ്പീഡ് അടിച്ച് പോകില്ല. ഈ ബീച്ച് ഏരിയയിൽ ഇപ്പോൾ മൊത്തം പോലീസാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബീച്ച് ഏരിയയിൽ വിട്ട് ഒന്നും കളിക്കാനൊന്നും പറ്റൂല. നമുക്ക് ഈ പോലീസ് ഫ്രണ്ടിൽ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് ആ പോലീസിൻ്റെ ബാക്കിൽ പോകുന്നത് പോലെ പോകാം. ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഇത് ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോവാം ഗൈസ്. നമുക്കപ്പോൾ വണ്ടി ശരിയാക്കാനുള്ള ഇത് വന്നിട്ട് നമുക്ക് ഇനി ബൈക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ പോലീസ് നമ്മളെ കണ്ടിട്ടില്ല. ഇനി ബൈക്ക് എടുക്കുമ്പോഴത്തേക്ക് പോലീസ് നമ്മളെ വിട്ടു പോകും. മീൻസ് നമ്മൾ ബൈക്ക് എടുത്ത് റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് പോലീസ് നമ്മളായിട്ട് പോകണമായിരിക്കും ഗൈസ്. കാരണം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ബൈക്കിൽ ഫ്രണ്ടൊക്കെ പൊക്കാൻ പറ്റും ഗൈസ്. ബൈക്കിൽ ഞാൻ കാണിച്ചൊരു ഫ്രണ്ടൊക്കെ പൊക്കി എവിടെയൊക്കെ ഗൈസ്. നമുക്ക് പോലീസ് പോയിട്ടുണ്ട്. നമുക്കൊരു സീനും ഇല്ല. നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം. ഈ വണ്ടിയുടെ വണ്ടിയെ കൂടെ നമുക്ക് ചാടാം. ഈ വണ്ടിയിലൊരു ഏണി പോലെ എന്തോ സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. ആ വണ്ടി എങ്ങോട്ടാണ് പോകണതെന്ന് നോക്കാം ഗൈസ്. സംഭവം നമ്മളെ ഇങ്ങോട്ട് തന്നെയാണ് ആ വണ്ടി വന്നത്. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ ചാടി പോവാം ഗൈസ്. ഓ പോലീസ് ഹില്ല്. ഇപ്പോൾ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വണ്ടി നമുക്കൊന്ന് മരിക്കാം.
നമുക്കൊന്ന് അറിയാതെ പോയി ഒന്ന് മരിച്ചു നോക്കാം. നമുക്ക് ചാടി കൊടുക്കാം ഗൈസ്. അപ്പോൾ ആ ഹെൽത്ത് കുറയും. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും സ്പിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്ക് എഗെയിൻ ബൈക്ക് എടുക്കാം. നമ്മൾ മിക്കവാറും മരിക്കുമെന്നാണ് തോന്നണത്. ബൈക്ക് എടുക്കാൻ പറ്റൂലേ ഗൈസ്? നമുക്ക് മരിക്കാം. നമുക്ക് ആഴക്കടലിലോട്ട് പോയി മരിക്കാം ഗൈസ്. നമുക്ക് ആഴക്കടലിലോട്ട്, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമ്മൾ മേളിൽ തന്നെ പോകും. മേളിൽ പോയി ശ്വാസം എടുത്ത് നമ്മൾ തണ്ട് നീന്തി പോവേണ് ഗൈസ്. നീന്തി എവിടം വരെ പോകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഗൈസ്. നമുക്ക് അങ്ങ് അറ്റത്തെ സ്ഥലത്ത് പോയി പോവാം. അങ്ങ് അറ്റൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചേക്കാം. ആ സ്ഥലത്തോട്ട് തന്നെ പോവാം നമുക്ക്. ഗൈസ് നമുക്കുള്ള സ്ഥലത്ത് പോകാൻ പറ്റണില്ലല്ലോ. അല്ലേ വേണ്ട ഗൈസ്, നമ്മൾ പാവപ്പെട്ട ആൾ, നമുക്ക് തിരിച്ച് കരയിലോട്ട് പോവാം. നല്ല അടിയിലോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയൊക്കെയാണ്, നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഗൈസ്. എന്തൊരു ഗ്ലിച്ചായി. ഗൈസ് എന്തൊരു ഗ്ലിച്ചടിക്കുന്നത്. ഇനിയില്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഇവിടെ നിന്ന് ഇത് വലയിട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ വണ്ടിയിലോട്ട് പോവാം. അപ്പോൾ മരത്തി ഇടിച്ച് നമ്മൾ മിക്കവാറും താഴെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല. ഓ ഗൈസ് നമ്മൾ അറിയാതെ ഒരു ഇതിട്ടായിരുന്നു നമ്മൾ ചെന്ന് കയറിയത് ഇവിടെ. ഓ ഗൈസ് താഴെ എന്തൊരു നമ്മൾ കണ്ടായിരുന്നു, ഒരു മിന്നായം പോലെ എന്തൊരു സാധനം നമ്മൾ താഴെ കണ്ടായിരുന്നു ഗൈസ്. എന്തൊരു ഒരു മുതുകു പെട്ടി നമ്മൾ കണ്ട്. അത് പൊട്ടണില്ലല്ലോ. നമുക്ക് അതിലോട്ട് തന്നെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക, അതെല്ലാം പൊട്ടിത്തെറിക്കുക നോക്കാം. ഇതെന്ത് ഗൈസ് പൊട്ടാത്ത? ഇത് എത്ര എറിഞ്ഞിട്ട് പൊട്ടില്ല ഗൈസ്. നമുക്കുള്ള സ്ഥലത്ത് പോവാം. നമുക്ക് പോകാനുള്ള സ്ഥലത്ത് പോവാം. ഇതെവിടെ എന്തിനാണ് എന്തോ നമുക്ക് പോലും അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പം ഞാൻ ആഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഗെയിം ഞാൻ പണ്ട് കളിക്കുമായിരുന്നു, റിയൽ ഗാങ്സ്റ്റർ ഗൈസ്. നമുക്കിനി പോവാം. നമുക്ക് ഇവിടെ തന്നെ നമ്മളാ ഇത് ഹെൽത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി കയറി അപ്പുറത്ത് പോവാം. ഇതിലൂടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ഓടി രക്ഷപ്പെട്ടത് തന്നെ. അയ്യോ ഗായ്സ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെയാണ് ഗൈസ് വന്നത്. അയ്യോ നമ്മൾ എവിടെ വന്നെന്നറിയാമോ ഗൈസ്? നമ്മൾ മറ്റേ സ്ഥലത്താണ് വന്നത്. നമുക്ക് 3 സ്റ്റാർ ലെവല്. അയ്യോ ഗൈസ് ഇനി എന്ത് ചെയ്യും നമ്മൾ? നമ്മളൊന്നും ചെയ്യല്ല. നമുക്ക് മരിക്കാനാ ചെയ്യാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ജെറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഈ ഗൈസ് ഈ ജെറ്റ് എടുക്കാൻ പറ്റും. ഇതിനാ കണ്ടിട്ടില്ല. ഈ സെറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സെറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഗൈസ് ഇത് എങ്ങനെ വർക്കാക്കണം നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. നമ്മളെ വണ്ടിയിൽ ഇതെല്ലാം ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്.
ഗൈസ് ഇതെന്തിങ്ങനെ? ഗൈസ് നമുക്ക് ഇവിടെ ഇതിടാം, ബോംബിടാം. എല്ലാവരും മരിച്ചു പോട്ട്. ഇത് പ്രത്യേകിച്ച് പറയണോ പോവാൻ? അപ്പോൾ ഗൈസ് എല്ലാവരും മരിച്ചു പോണ്. ഇവനെയും കൂടെ കൊന്നുകളയാം. അയ്യോ എല്ലാവരും മരിച്ച്. നമ്മളെ വണ്ടിയും കാണാതെ പോയിട്ടുണ്ട്. നമുക്ക് പോയി ഇതൊക്കെ എടുക്കാം. ഹെവി ആമോസൊക്കെ കിട്ടി ഗൈസ്. നമ്മൾ മരിക്കുമെങ്കിൽ മരിക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ലതും ചെയ്യാം. മരിക്കുമെങ്കിൽ മരിക്കാം നമുക്ക്. പെട്ട് നമുക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ താഴെ വീണ്. പണിയായെന്നാണ് തോന്നണത്. ഇല്ല ഇല്ല ഇല്ല, ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റും. ഹെലികോപ്റ്റർ 3 ഗൈസ്. ഓ ഗൈസ് ഞങ്ങളങ്ങനെ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മളങ്ങനെ മണ്ടയിലോട്ട് വന്നു ഗൈസ്. ഈ വീഡിയോ കുറച്ച് നമ്മളൊരു വ്ളോഗ് പോലെ എടുത്തതാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ വീണ്ടും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരും ഇവിടെ വെച്ച് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ മണ്ടയിലോട്ട് പോവാം വിമാനം പോലെ. ഇപ്പം വരും വെടി നമുക്ക്. താമസിക്കേണ്ട. ഇപ്പം വരും വെടി. അപ്പോൾ ഗൈസ് നമുക്ക് താഴോട്ട് ചാടി ധൈര്യം പോലെ താഴോട്ട്. എന്നിട്ട് നമുക്ക് അവിടെ പോയി ജെറ്റ് എടുത്തിട്ട് പോവാം. ഈ ജെറ്റ് എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി. അയ്യോ ഗൈസ് നമ്മൾ ചത്ത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വരും. ഗൈസ് നമ്മൾ സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.